നമസ്കാരം. കേരളത്തിലെ ഏറ്റവും പ്രധാന ആശുപത്രിയായിട്ടുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഒരു ഹൃദ്രോഗി ചികിത്സ കിട്ടാതെ മരിച്ച സംഭവം വിവാദമായിരുന്നു. ആ രോഗി തന്നെ പറയുന്നു, 4-5 ദിവസമായി അടിയന്തര സർജറിക്ക് ആംബുലൻസിൽ ഞാൻ ഇവിടെ വന്നതാണ്, ഇതുവരെ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, എന്നെ എപ്പോഴും സർജറി ചെയ്യുമെന്നോ എന്റെ ജീവൻ രക്ഷിക്കാനാകുമെന്നോ യാതൊരു ഉറപ്പുമില്ല, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ആശുപത്രിയുടെ അനാസ്ഥ, ഇവിടെയുള്ള ജീവനക്കാരുടെ അനാസ്ഥയാണ് എന്ന് ലോകത്തെ അറിയിക്കണം എന്ന് തന്റെ സുഹൃത്തായിട്ടുള്ള അൻവർ സാദത്തിനെ അറിയിച്ച് മണിക്കൂറുകൾക്കകം അദ്ദേഹം മരണപ്പെട്ട ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം. എന്നാൽ ഇതിനുശേഷം ആശുപത്രി അധികൃതർ പുറത്തേക്ക് പറഞ്ഞത് അത്തരത്തിൽ യാതൊരു ചികിത്സാപ്പഴവും ഇവിടെ നടന്നിട്ടില്ല, അദ്ദേഹം വന്നപ്പോൾ വൈകിയത് കൊണ്ടാണ്, പിന്നെ എന്തൊക്കെയോ ചില കാരണങ്ങളും പറഞ്ഞിരുന്നു. എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും വലിയൊരു അനാസ്ഥ അവിടെ നടന്നു, വലിയ കെടുകാര്യസ്ഥത മെഡിക്കൽ കോളേജുകളിൽ ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ കണ്ടത്. അത് മാത്രമല്ല, അതിനുശേഷം മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ പഠിച്ചിറങ്ങിയ ജോലി ചെയ്തിട്ടുള്ള മറ്റു പലരും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, ശോചനീയാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ പല ചാനൽ ഇന്റർവ്യൂകളിലും അവർ വന്നിരുന്നു പറയുന്നതും നമ്മൾ കേട്ടു. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ശോചനീയമാണെന്ന് തന്നെയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആശുപത്രി ആയിട്ടുള്ള, അതായത് കേരളത്തിലെ ഏറ്റവും സൗകര്യം കൂടുതലുള്ള ആശുപത്രി ആയിട്ടുള്ള, ഏറ്റവും അധികം പ്രാധാന്യമുള്ള ആശുപത്രി ആയിട്ടുള്ള മെഡിക്കൽ കോളേജ് ആയിട്ടുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്മുടെ ഭരണാധികാരികൾ ആരും തന്നെ ചികിത്സിക്കാൻ പോകുന്നില്ല എന്നത് തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിക്കോട്ടെ, ആരോഗ്യമന്ത്രി ആയിക്കോട്ടെ, ആരും തന്നെ അവിടെ ചികിത്സിക്കാൻ പോകുന്നില്ല. അവർ ചികിത്സിക്കാൻ പോകുന്നത് അമേരിക്കയിലോ അല്ലെങ്കിൽ അതുപോലെ മുന്തിയ മറ്റ് സ്വകാര്യ ആശുപത്രിയിലോ ഒക്കെയാണ്. ഇത്തരത്തിൽ മെഡിക്കൽ കോളേജുകളിലേക്ക് പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ് എന്നും ആ സാധാരണക്കാർ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച, തങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആ സാധാരണക്കാർക്ക് ഏറ്റവും മികച്ച ചികിത്സാ സംവിധാനം കൊടുക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും മനഃപൂർവ്വം മറന്ന് ഇവിടുത്തെ ആശുപത്രി മാഫിയയും മരുന്ന് മാഫിയയും അവരുടെ സംഘടനകളെയും അതുപോലെ അവർക്ക് വേണ്ടി എന്ത് തോന്നിയാസം കാണിക്കാൻ ബില്ലുകൾ പാസ്സാക്കിയും ഒക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനം മാത്രമാണ് എന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷെ അത് ജനങ്ങളുടെ, സാധാരണക്കാരുടെ ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നത് വളരെ ഖേദകരമാണ്. കാരണം ആശുപത്രികൾ ആതുരാലയങ്ങളാണ്, അറവുശാലകളല്ല. അത്തരത്തിൽ ആതുരാലയങ്ങളാണ് എന്ന് ഇരിക്കെ ഇത്തരത്തിലൊരു മരണം അവിടെ നടന്നിട്ട് അതിനെ ന്യായീകരിക്കുക. നേരത്തെ വേണുവിനെ ചികിത്സിച്ച ഡോക്ടർമാരും ആശുപത്രി രേഖകളും ഒക്കെ പറഞ്ഞിരുന്നത് ഹൃദ്രോഗി അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വീഴ്ചയും അവിടെ സംഭവിച്ചിട്ടില്ല, മറ്റു കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല എന്നൊക്കെയാണ്. അത്തരത്തിലുള്ള വാദഗതികളൊക്കെ ശരിയല്ല എന്നും അവരുടെ വാദം തെറ്റാണ് എന്നും ഇവിടെ രോഗി പറഞ്ഞത് ആ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ, ചികിത്സാ രേഖകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ വേണു തന്നെ പറഞ്ഞിട്ടുള്ള ആ സംഭാഷണം, സുഹൃത്തിന് അയച്ചു കൊടുത്തിട്ടുള്ള സംഭാഷണം, ആ വോയിസ് ക്ലിപ്പ്, അതോടൊപ്പം ബന്ധുക്കൾ പറഞ്ഞിരുന്നത് ആശുപത്രിയിൽ പ്രവേശിച്ചിട്ട് മതിയ ഒരു ചികിത്സയും, അത്തരത്തിലുള്ള ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ചികിത്സയും നടത്തിയിട്ടില്ല എന്നാണ്. ജില്ലാ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നത് അടിയന്തര സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ. അടിയന്തര സർജറി വേണമെന്ന് ആംബുലൻസിൽ സൈറൻ ഇട്ട് എത്തിയതിനു ശേഷവും തിരിഞ്ഞു നോക്കിയില്ല എന്ന് ബന്ധുക്കൾ പറഞ്ഞത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കാൻ പല വാദഗതികളും കൊണ്ടുവന്നിരുന്നെങ്കിൽ അതൊക്കെ ഇപ്പോൾ പൊളിഞ്ഞ് പാളിച്ചായിരിക്കുകയാണ്. മരിച്ച വേണുവിന് ക്രിയാറ്റിന്റെ അളവുമായി ബന്ധപ്പെട്ടിട്ട് അധികൃതർ നൽകിയിട്ടൊരു വിശദീകരണം ഒരു വിവാദമായിരിക്കുന്ന സാഹചര്യം വീണ്ടും. അതായത് വേണു പറഞ്ഞതാണ് ശരി, വേണുവിന് ചികിത്സിക്കാൻ തയ്യാറായിട്ടില്ല, ബന്ധുക്കൾ പറഞ്ഞതുപോലെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് തെളിയിക്കുകയാണ്. ഇപ്പൊ വീണ്ടും അതൊരു വിവാദമാണ്. കാരണം ഒരു അബദ്ധം അല്ലെങ്കിൽ മനഃപൂർവ്വമായ ഒരു അനാസ്ഥ അവിടെ സംഭവിച്ച ശേഷം, അതിലൊരു ജീവൻ നഷ്ടപ്പെട്ട ശേഷം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചില കെട്ടിച്ചമച്ച കഥകൾ ഉണ്ടാക്കി വെക്കുകയായിരുന്നു എന്ന് പറയുക. വിവരങ്ങൾ അത്തരത്തിലാണ് പുറത്തു വരുന്നത്. അതിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ അവസാനം വേണുവിന് വേണ്ടി ശബ്ദം ഉയർത്തുന്നവരും മറ്റുള്ളവരും എല്ലാം പറയുന്നത് ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം, ഒരു അടിയന്തര അന്വേഷണം നടത്തിയിട്ട് കുറ്റക്കാരായി ഉള്ളവരെ ശിക്ഷിക്കുകയോ വേണ്ട നടപടികൾ എടുക്കുകയോ ഒക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ അത്തരത്തിലൊരു നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ മലയാളികൾ, കേരളത്തിലുള്ള ജനത പ്രതീക്ഷിക്കണം. വേണ്ട എന്നതാണ് പൊതുജനങ്ങളെ ഇതുവരെയുള്ള ഒരു അവസ്ഥ. കാരണം അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ മരുന്ന് മാഫിയ പിടിമുറുക്കിയിട്ടുണ്ട്. ഇവിടെ ആയുഷിന്റെ ചികിത്സാ സംവിധാനങ്ങൾ അശാസ്ത്രീയമായിട്ടോ അല്ലെങ്കിൽ അത് ഫലമില്ലാഞ്ഞിട്ടോ അല്ല, അലോപ്പതി എന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രം മതി എന്ന അവരുടെ തീരുമാനം, ആ തീരുമാനം പ്രചരിപ്പിക്കുന്നവർക്ക് കിട്ടുന്ന കോടികൾ, അതൊക്കെ വെച്ചുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ അശാസ്ത്രീയം എന്ന് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രചരണം കൊണ്ട് അവർ സമ്പന്നരാകുമ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരുടെ ജീവനാണ്. ഉദാഹരണത്തിന് പേപ്പട്ടി വിഷയം പോലെയുള്ള സന്ദർഭങ്ങളിൽ പേ ഇളകിയതിനു ശേഷം ഈ പറയുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മരുന്നില്ല എന്നുണ്ടെങ്കിൽ
ആ സമയത്തെങ്കിലും ഞങ്ങൾക്കൊന്ന് വിട്ടുതരൂ എന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുക്കാത്തതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? അശാസ്ത്രീയമാണെങ്കിലും ശാസ്ത്രീയമാണെങ്കിലും മരണത്തിന് എന്തായാലും വിട്ടുകൊടുത്തല്ലോ, പിന്നെ വിട്ടുകൊടുത്തൂടെ? അവരവരുടെ ശാസ്ത്രീയമാണ് തെളിയിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ജീവനെങ്കിലും രക്ഷപ്പെടുമല്ലോ. അപ്പോൾ എല്ലാം അശാസ്ത്രീയമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അതാണ് ഒരു മാഫിയ എന്ന് പറയുന്നത്. മരുന്ന് മാഫിയൊക്കെ അതിന്റെ പിന്നിലാണ്, വാക്സിൻ മാഫിയൊക്കെ. പിന്നെ അതിനെല്ലാം പുറമെ ഒരു പരീക്ഷണം, ഈ പറയുന്ന സാധാരണക്കാരൻ ജനങ്ങളുടെ മണ്ടയിൽ മരുന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ആശുപത്രികൾ ഉള്ളത് എന്ന് തോന്നിപ്പോകുന്നു പലപ്പോഴും. പിന്നെ എന്തെങ്കിലും ഒരു ചികിത്സ ആവശ്യമാണെന്നുണ്ടെങ്കിൽ വൻ തുക ചെലവഴിച്ചുകൊണ്ട് അവരുടെ കുടുംബം തറവാടടക്കം വിറ്റുകൊണ്ട് ചികിത്സിക്കേണ്ട സാഹചര്യമാണ് സ്വകാര്യ മേഖലയിൽ അപ്പുറത്ത്. എന്നാൽ ഇതേ ആശുപത്രിയിലും അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിലും എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ചോദിക്കേണ്ടി വന്നാൽ, ഇത്തരത്തിൽ അനാസ്ഥ വരുമ്പോൾ ഒന്ന് പ്രതികരിക്കേണ്ടി വന്നാൽ ഉടനെ ഈ പ്രതികരിക്കുന്ന ആളെ അല്ലെങ്കിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരെയൊക്കെ പിടിച്ച് ജയിലിലാക്കാൻ വേണ്ടി ഒരു വകുപ്പും ഒരു നിയമം കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആശുപത്രി സംരക്ഷണ നിയമം. മെഡിക്കൽ ബില്ല് വന്നപ്പോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബില്ല് എന്ന രീതിയിലാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ അനാസ്ഥ കൊണ്ട് കുറ്റകൃത്യം ചെയ്യുന്ന ഡോക്ടർമാരെയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ബില്ല്. അപ്പൊ അത്തരത്തിലൊരു ബില്ല് തന്നെ പാസാക്കി കൊടുക്കുന്ന നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള അനാസ്ഥകൾക്കെതിരെ ജീവൻ പൊലിഞ്ഞതിനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ, അത് എത്ര ത്വരിതഗതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാലും എങ്ങനെയൊക്കെ അന്വേഷണം നടത്തി കഴിഞ്ഞാലും ആരും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അവർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സർക്കാർ ആശുപത്രികളായാലും അല്ലാതെയായാലും ചികിത്സാ പിഴവിൽ മരിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. ഒട്ടേറെ ചികിത്സാ പിഴവുകൾ, ആ ചികിത്സാ പിഴവ് കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട കേസുകൾ ധാരാളം പുറത്തു വന്നു. അവയവങ്ങൾ മുറിച്ചു മാറ്റിയത് പുറത്തു വന്നു. ശസ്ത്രക്രിയ നടത്തിയ ശേഷം ആ ആയുധങ്ങൾ ശരീരത്തിനുള്ളിൽ വെച്ച് തുന്നിക്കെട്ടിയത് വിഷയങ്ങൾ ഒരുപാട് പുറത്തു വന്നു. അത് സംബന്ധിച്ച് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ കേസുകളും കാര്യങ്ങളും പോയിട്ട് അതൊക്കെ എവിടെ എത്തിയെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ വേണു എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ടു, അയാളുടെ കുടുംബത്തിന് പോയി എന്നതല്ലാതെ ഇപ്പോൾ സർക്കാർ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ ആ അന്വേഷണം വെറും പ്രഹസനം മാത്രമായിരിക്കും, എവിടെയും എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. Different angles. Don't forget to subscribe and support this channel.